മലയാള ചലച്ചിത്ര രംഗത്ത് തങ്ങളുടെ അഭിനയ പാടവം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒട്ടനവധി നടിമാർ വ്യക്തിജീവിതത്തിലെ മാറ്റങ്ങളിലൂടെയും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒന്നിലധികം തവണ വിവാഹിതരായ പ്രമുഖരായ 15 നടിമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ. മലയാള സിനിമയിലെ നിത്യഹരിത നായികയായ ഷീല തന്റെ സിനിമാ ജീവിതത്തിനിടയിലും ശേഷവും വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രശസ്ത പത്രപ്രവർത്തകനായ സേവ്യറുമായുള്ള ആദ്യ വിവാഹത്തിന് ശേഷം ആ ബന്ധം വേർപിരിയുകയും പിന്നീട് തമിഴ് നടൻ രവിചന്ദ്രനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ദീർഘകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഷീല പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചുവരവ് നടത്തി. അഭിനയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴും കുടുംബ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ അവർ ധീരയോടെ നേരിട്ടു. തന്റെ അഭിനയ ശൈലിയിലൂടെയും സൗന്ദര്യത്തിലൂടെയും ഒരു കാലഘട്ടത്തെ അടക്കിവാണ് അവർ ഇന്നും സിനിമാ ലോകത്ത് സജീവമായി തുടരുന്നു. കാവ്യ മാധവൻ മലയാളികളുടെ പ്രിയങ്കരിയായ നായികയാണ്. വിശാൽ ചന്ദ്രയുമായുള്ള വിവാഹം വലിയ ആഘോഷമായി നടന്നെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ അവർ വേർപിരിയുകയും കാവ്യ സിനിമാ രംഗത്തേക്ക് സജീവമായി തിരിച്ചുവരികയും ചെയ്തു. പിന്നീട് 2016-ൽ മലയാള സിനിമയിലെ ജനപ്രിയ നടനായ ദിലീപിനെ കാവ്യ വിവാഹം കഴിച്ചു. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചനത്തിന് ശേഷമായിരുന്നു ഈ വിവാഹം എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഇവർക്ക് ഒരു മകളുണ്ട്. തന്റെ സ്വകാര്യ ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നായികമാരുടെ പട്ടികയിൽ കാവ്യ ഇടം പിടിച്ചിട്ടുണ്ട്. ഉർവശി എന്ന നടി തന്റെ അഭിനയ മികവ് കൊണ്ട് ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്നെ വിസ്മയം തീർത്ത വ്യക്തിയാണ്. 2000-ൽ പ്രശസ്ത നടൻ മനോജ് കെ. ജയനെ വിവാഹം ചെയ്ത ഉർവശി 8 വർഷത്തിന് ശേഷം ആ ബന്ധം നിയമപരമായി വേർപെടുത്തി. ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകളുണ്ട്. പിന്നീട് 2013-ൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശിവപ്രസാദിനെ ഉർവശി വിവാഹം കഴിച്ചു. വിവാഹശേഷവും തന്റെ അഭിനയ ജീവിതത്തിൽ ഒട്ടും പിന്നോട്ടു പോകാതെ മികച്ച കഥാപാത്രങ്ങളിലൂടെ ഉർവശി ഇന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ വ്യക്തിപരമായ പ്രതിസന്ധികളെയും വിവാദങ്ങളെയും ഒരു കലാകാരി എന്ന നിലയിലുള്ള വളർച്ചയെ ബാധിക്കാതെ അവർ നോക്കി. മലയാള സിനിമയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ അംബിക തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രശസ്തയായിരുന്നു. 1988-ൽ എൻ.ആർ.ഐ. ഷിനു ജോണിനെ വിവാഹം കഴിച്ച് അമേരിക്കയിലേക്ക് കുടിയേറിയെങ്കിലും 10 വർഷത്തിന് ശേഷം ആ ബന്ധം അവസാനിച്ചു. ഇവർക്ക് 2 ആൺമക്കളുണ്ട്. പിന്നീട് 2000-ൽ നടൻ രവികാന്തിനെ വിവാഹം ചെയ്തെങ്കിലും വെറും 2 വർഷത്തിനുള്ളിൽ ആ ബന്ധവും വേർപിരിഞ്ഞു. അതിനുശേഷം തന്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അംബിക ടെലിവിഷൻ സീരിയലുകളിലൂടെയും സ്വഭാവ നടിയായും മലയാളത്തിലും തമിഴിലും ഇന്നും സജീവമായി തുടരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ വളരെ പക്വതയോടെ നേരിട്ട നടിയാണ് അവർ. ശാന്തി കൃഷ്ണ മലയാള സിനിമയുടെ ലളിതമായ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സഹനടനായിരുന്ന ശ്രീനാഥിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം 1995-ൽ അവസാനിച്ചു. ശ്രീനാഥുമായുള്ള വേർപിരിയലിന് ശേഷം ബിസിനസുകാരനായ സദാശിവൻ ബജോറിനെ വിവാഹം കഴിച്ച് ശാന്തി കൃഷ്ണ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ അവർക്ക് ഈ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. എന്നാൽ പിന്നീട് ഈ ബന്ധവും വേർപിരിയുകയും ശാന്തി കൃഷ്ണ വീണ്ടും മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ഇന്ന് മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലും മറ്റും അവർ തിളങ്ങി നിൽക്കുന്നു. ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങിയ നടിമാരിൽ ഒരാളാണ്. ബിജു വി. നായരായിരുന്നു ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവ്. 2003-ൽ അദ്ദേഹത്തിന്റെ മരണശേഷം ബിന്ദു പണിക്കർ തന്റെ മകളുടെ സംരക്ഷണത്തിനായി സിനിമയിൽ സജീവമായി തുടർന്നു. പിന്നീട് പ്രശസ്ത നടനായ സായകുമാറിനെ അവർ വിവാഹം കഴിച്ചു. സായകുമാറിന്റെ ആദ്യ വിവാഹമോചനത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. ഇന്ന് ഇരുവരും സിനിമാ രംഗത്തും ജീവിതത്തിലും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുന്നു. മലയാള സിനിമയിലെ മാതൃകാപരമായ ഒരു 2ാം വിവാഹമായാണ് ഇവരുടേതിനെ പലരും കാണുന്നത്. മല്ലിക സുകുമാരൻ മലയാള സിനിമയിലെ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിലും ഉറച്ച നിലപാടുകളുള്ള വ്യക്തിയാണ്. തന്റെ ആദ്യ വിവാഹം പ്രശസ്ത ഹാസ്യതാരം ജഗതി ശ്രീകുമാറുമായിട്ടായിരുന്നു. എന്നാൽ വളരെ വേഗം തന്നെ ആ ബന്ധം തകരുകയും അവർ നിയമപരമായി വേർപിരിയുകയും ചെയ്തു. പിന്നീട് പ്രശസ്ത നടൻ സുകുമാരനെ മല്ലിക വിവാഹം കഴിച്ചു. സുകുമാരന്റെ മരണശേഷം തന്റെ 2 മക്കളായ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും സിനിമാ ലോകത്തെ മുൻനിര താരങ്ങളായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ മല്ലിക വഹിച്ച പങ്ക് വളരെ വലുതാണ്. തന്റെ സ്വകാര്യ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു കുടുംബത്തിന്റെ നെടുംതൂണായി മാറാൻ അവർക്ക് സാധിച്ചു. ലക്ഷ്മി എന്ന ബഹുമുഖ പ്രതിഭയുള്ള നടി ദക്ഷിണേന്ത്യൻ സിനിമയിലെ വലിയൊരു അത്ഭുതമാണ്. 3 തവണ വിവാഹിതയായ ലക്ഷ്മിയുടെ ആദ്യ വിവാഹം ഭാസ്കരനുമായിട്ടായിരുന്നു. പിന്നീട് നടൻ മോഹൻ ശർമ്മയെ വിവാഹം ചെയ്തെങ്കിലും ആ ബന്ധവും നീണ്ടുനിന്നില്ല. പിന്നീട് നടനും സംവിധായകനുമായ ശിവചന്ദ്രനെ അവർ വിവാഹം കഴിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. മലയാളം, തമിഴ്,
തെലുങ്ക് ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ലക്ഷ്മിക്ക് തന്റെ വ്യക്തിജീവിതത്തിലെ മാറ്റങ്ങൾ ഒരു തടസ്സമായില്ല. സിനിമയിൽ ഇന്നും അവർ വളരെ സജീവമാണ്. രഞ്ജിനി എന്ന പേരിൽ മലയാളികൾക്ക് സുപരിചിതയായ നടി തന്റെ ആദ്യ വിവാഹത്തിന് ശേഷം ചെറിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ പിന്നീട് അവർ ആ ബന്ധം വേർപെടുത്തി മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. സിനിമാ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ച അവർ തന്റെ സ്വകാര്യ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്നു. മലയാള സിനിമയിലെ മനോഹരമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇന്നും രഞ്ജിനി പ്രേക്ഷകർക്കിടയിലുണ്ട്. ദിവ്യ ഉണ്ണി ഒരു മികച്ച നർത്തകിയും അഭിനേത്രിയുമാണ്. 2002-ൽ ഡോക്ടർ സുധീർ ശേഖരനെ വിവാഹം കഴിച്ച അവർ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് അമേരിക്കയിൽ നൃത്തവിദ്യാലയം നടത്തിവരികയായിരുന്നു. എന്നാൽ 2016-ൽ ഇവർ വിവാഹമോചിതരായി. പിന്നീട് 2018-ൽ മുംബൈ സ്വദേശിയായ അരുൺകുമാറിനെ ദിവ്യ ഉണ്ണി വിവാഹം കഴിച്ചു. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ അവർ നൃത്തരംഗത്തും കലാരംഗത്തും സജീവമാണ്. തന്റെ ജീവിതത്തിലെ മാറ്റങ്ങളെ വളരെ പോസിറ്റീവായി നേരിട്ട ഒരു വ്യക്തിയാണ് ദിവ്യ. ലക്ഷ്മി പ്രിയ എന്ന നടി മലയാളം ടെലിവിഷൻ സിനിമ രംഗത്ത് സജീവമാണ്. ജയേഷ് ആണ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ്. തന്റെ ജീവിതകഥയിൽ മതം മാറുന്നതിനെക്കുറിച്ചും തന്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും അവർ തുറന്നു സംസാരിച്ചിട്ടുണ്ട്. വിവാഹജീവിതത്തിലെ സുപ്രധാനമായ മാറ്റങ്ങളിലൂടെയും അവർ കടന്നുപോയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും തമാശ കലർത്തി നേരിടുന്ന സ്വഭാവം അവരെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി. അനന്യ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളിൽ ഇടം പിടിച്ച നടിയാണ്. ആഞ്ജനേയൻ എന്ന ബിസിനസ്സുകാരനുമായുള്ള വിവാഹത്തിന് അനന്യയുടെ വീട്ടുകാർ ആദ്യം എതിരായിരുന്നു. അദ്ദേഹം നേരത്തെ വിവാഹിതനായിരുന്നതാണ് എതിർപ്പിന് കാരണമായത്. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് അവർ വിവാഹിതരായി. സിനിമയിൽ ബാലതാരമായി വന്ന് നായികയായി വളർന്ന അനന്യ ഇന്നും തന്റെ സ്വകാര്യ ജീവിതത്തിലെ തീരുമാനങ്ങൾക്കൊപ്പമാണ് മുന്നോട്ടു പോകുന്നത്. ലിസി പ്രിയദർശൻ എന്ന ലിസി മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു. സംവിധായകൻ പ്രിയദർശനുമായുള്ള ലിസിയുടെ വിവാഹം വളരെ പ്രസിദ്ധമായിരുന്നു. മതം മാറി വിവാഹം കഴിച്ച ലിസി ദീർഘകാലം സിനിമാ ലോകത്ത് നിന്ന് മാറിനിന്നു. എന്നാൽ 2014-ൽ ഇവർ വിവാഹമോചിതരായി. ആ തകർച്ചയിൽ നിന്ന് കരകയറിയ ലിസി ഇപ്പോൾ തന്റെ മക്കളുടെ വളർച്ചയിലും തന്റെ ബിസിനസ് കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മകൾ കല്യാണി പ്രിയദർശൻ ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. രാധിക എന്ന നടി മലയാളത്തിലും തമിഴിലും വലിയ ആരാധകവൃന്ദമുള്ള വ്യക്തിയാണ്. നടൻ മുകേഷുമായുള്ള വിവാഹത്തിന് ശേഷം സരിത സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും വിവാഹമോചനത്തിൽ എത്തുകയും ചെയ്തു. മുകേഷിന്റെ രണ്ടാം വിവാഹത്തിന് ശേഷം സരിത തന്റെ മക്കളോടൊപ്പം വിദേശത്ത് താമസമാക്കി. സരിതയുടെ ആദ്യ വിവാഹവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു.